ഡോക്ടറെ, റീലിൽ കാണുന്നത് പോലെ എനിക്കും കഠിനമായ വർക്കൗട്ട് ചെയ്യാമോ അതോ റെസ്റ്റ് എടുക്കണോ? OPയിൽ കേൾക്കുന്ന ഒരു സംശയമാണിത്. സോഷ്യൽ മീഡിയ അല്ല, നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട്. ഗർഭകാല ഡാൻസും വെയ്റ്റ് ലിഫ്റ്റിങ്ങും ചെയ്യുന്നവരുടെ റീലുകൾ കാണുമ്പോൾ ആവേശം തോന്നാം. എന്നാൽ അവരുടെ പഴയ ആരോഗ്യ ചരിത്രം, ഗർഭധാരണത്തിന് മുൻപുള്ള ഫിറ്റ്നസ് ലെവൽ, ഡോക്ടറുടെ വ്യക്തമായ അനുവാദം ഇതൊന്നും നമ്മൾ കാണുന്നില്ല. അനുഷ്ക ശർമ്മ ഭർത്താവ് വിരാട് കോഹ്ലിയുടെ സഹായത്തോടെ ശീർഷാസനം ചെയ്യുന്ന ചിത്രം പുറത്തുവിട്ടിരുന്നു. എന്നാൽ മുൻപരിചയമില്ലാത്തവരാരും ഡോക്ടറുടെ അനുവാദമില്ലാതെ ഇത് തീർച്ചയായും അനുകരിക്കരുത്. ഓരോ ഗർഭകാലവും വ്യത്യസ്തമാണ്. ഒരാൾക്ക് ചേരുന്നത് മറ്റൊരാൾക്ക് ചേരണമെന്നില്ല. അപകട സാധ്യതകളില്ലാതെ എല്ലാവരും ചെയ്യാവുന്നതും സുരക്ഷിതമായ വ്യായാമങ്ങളാണ് ഞങ്ങൾ സാധാരണയായി ശുപാർശ ചെയ്യുന്നത്. നടത്തം, ജെന്റിൽ സ്ട്രെച്ചിങ് എക്സസൈസുകൾ, പ്രസവാനന്തര യോഗ, ബ്രീത്തിങ് എക്സസൈസ് ഒക്കെയാണ് ഗർഭിണികൾക്ക് സാധാരണയായി അഡ്വൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സങ്കീർണതകളൊന്നുമില്ല, ഗർഭധാരണത്തിന് മുൻപ് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡാൻസ് തുടരാവുന്നതാണ്. ഗർഭകാലത്തും കായിക രംഗത്ത് വിസ്മയം തീർത്ത ലോകോത്തര താരങ്ങളുണ്ട്. എന്നാൽ ഇവർക്കൊക്കെ അതിനു മുൻപ് ശക്തമായ പരിശീലന പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നത് നാം മറക്കരുത്. ഉദാഹരണത്തിന് ടെന്നീസ് ഇതിഹാസം സെറീന വില്യംസ് 8 മാസം ഗർഭിണിയായിരിക്കെയാണ് 2017 ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയത്. അടുത്തിടെ സോനിക യാദവ് എന്ന ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ 7 മാസം ഗർഭിണിയായിരിക്കെ 2025 ഓൾ ഇന്ത്യ പോലീസ് ഗെയിംസിൽ 145 കിലോ ഉയർത്തി വെയ്റ്റ് ലിഫ്റ്റിംഗിൽ വെങ്കലം നേടി. ഈ താരങ്ങളെല്ലാം വർഷങ്ങളായി ആ കായിക മേഖലയിൽ പരിശീലനം നേടിയവരാണെന്ന വസ്തുത നാം മനസ്സിലാക്കണം. ടെൻഷൻ അടിക്കാതെ നിങ്ങളുടെ ഗർഭകാലം നന്നായി ആസ്വദിക്കൂ. കാരണം ആരോഗ്യമുള്ള അമ്മയിൽ നിന്നുമാണ് ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കുന്നത്.